എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 2 ദിവസം മുമ്പ് മീഡിയ വണ്ണിലൊരു വാർത്ത കണ്ടിരുന്നു. അതായത് എടപ്പള്ളി സ്വദേശിയായ ഒരു പ്രകാശൻ എന്ന് പറയുന്ന ഒരു 80 വയസ്സുള്ള ഒരു വൃദ്ധൻ്റെ സൈക്കിൾ അദ്ദേഹത്തിൻ്റെ 10ാം വയസ്സിൽ അച്ഛൻ അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ് ഈ സൈക്കിള്. ഇപ്പം 2 ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പ് ആ ബൈക്ക് മോഷണം പോയി. സൈക്കിള് മോഷണം പോയതിൻ്റെ ശേഷം അദ്ദേഹത്തിന് വലിയൊരു വിഷമമാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഈ പ്രിയപ്പെട്ട കള്ളനോട് ഒരു അപേക്ഷയുണ്ട്, നിങ്ങൾ ആ ബൈക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു 5 ലക്ഷം രൂപ പാരിതോഷികമായിട്ട് തരാം. പിന്നെ മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങൾക്ക് നല്ല താല്പര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലി വാങ്ങിത്തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പ്രകാശൻ ചേട്ടൻ്റെ വീഡിയോ കാണാം, അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ പറയുന്നത് കാണാം. ഇപ്പോഴും എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇന്നാണ് ഞാനൊരു ഓട്ടോയിൽ പോയത്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ദുഃഖം വളരെ വലുതാണ്. എൻ്റെ അച്ഛൻ്റെ ആ ഒരു ഓർമ്മയും ഇതിന് മുമ്പിൽ ഇത് സമർപ്പിക്കുകയാണ്. അച്ഛന്റെ ചരമവാർഷികത്തിന്റെ തലേ ദിവസം സൈക്കിൾ മോഷണം പോയത് കുടുംബത്തെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട കള്ള, അച്ഛനോർമ്മയുടെ സുഗന്ധമുള്ള ബോബി ചെമ്മണ്ണൂർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ സൈക്കിൾ എത്രയും വേഗം തിരിച്ചു കൊടുക്കുക. എന്നിട്ട് മാനസാന്തരപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു ജോലി, എൻ്റെ സ്ഥാപനത്തിൽ ജോലി വാങ്ങിത്തരും. അതല്ലെങ്കിൽ ഒരു ജോലി എവിടെന്നെങ്കിലും ഏർപ്പാടാക്കി കൊടുക്കും പുള്ളി. ആർക്ക്? കള്ളനാണേ, വേറെ ആർക്കും അല്ല. കാരണം കട്ടവനെ ഒന്നുകൂടി പ്രോത്സാഹനം ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ പുള്ളി ചെയ്യുന്നത്. ബോബി ചെമ്മണ്ണൂർ 5 ലക്ഷം രൂപ കട്ടവന് കൊടുക്കുക. എന്നാൽ ശിഷ്ടകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാനുള്ളത് 5 ലക്ഷം രൂപ അത് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ ഈ 5 ലക്ഷം കൊടുക്കുമ്പോൾ പിന്നെ അവൻ 5 ലക്ഷം കൂടി എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഇവൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കള്ളന്മാർ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ 5 ലക്ഷം വെച്ച് കൊടുക്കാൻ നിന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാകത്തില്ല. ബോബി ചെമ്മണ്ണൂർ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രകാശൻ ചേട്ടനൊരു എന്തെങ്കിലും ഒരു ജോലി അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 80 വയസ്സായി അദ്ദേഹത്തിന് ഇപ്പോൾ ജോലി കിട്ടത്തില്ല. അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ വെറുതെ കൊടുത്തുകൂടെ? അദ്ദേഹത്തിന് സൈക്കിൾ ഏതായാലും അച്ഛനായിട്ട് സമ്മാനിച്ച ആ സൈക്കിള്, അച്ഛൻ്റെ കാലത്ത് അച്ഛൻ കൊടുത്ത ആ സൈക്കിള് അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോൾ കൊടുത്തതാണ് ആ സൈക്കിള്. അത് മോഷണം പോയി. എന്നാൽ അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ കൊടുത്ത് ബോബി ചെമ്മണ്ണൂരെന്താ സഹായിക്കാത്തത്? ഈ കള്ളനെ എന്തിനാണ് സഹായിക്കുന്നത്? കള്ളൻ ഒന്നും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആർത്തി കൂടത്തേ ഉള്ളൂ. ഇനി പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ അവൻ 10 രൂപ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എങ്ങനെയും അടുത്ത മോഷണം നടത്താനുള്ള ഒരു പരിപാടിയാവാൻ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഈ സൈക്കിൾ അവൻ സെക്കൻഡ് കൊണ്ട് അവൻ വിറ്റെവിടെങ്കിലും സൈക്കിൾ ഷോപ്പിലും കൊടുത്തിട്ട് കാലിയാക്കിയിട്ടുണ്ടാവും. അവൻ അതിന് ചായ കുടിക്കുള്ള പൈസ കിട്ടിയിട്ടുണ്ടാവും, അവൻ അത് കീശലാക്കിയിട്ടുണ്ടാവും. പിന്നെ താങ്കൾ ഈ പറയുന്നത് കൊണ്ട് അർത്ഥം എന്താ? ഇനിയിപ്പോൾ അവൻ മാനസാന്തരപ്പെട്ട് ഈ സൈക്കിള് കൊടുക്കുമെന്ന് ഉറപ്പുണ്ടോ? കൊടുക്കാൻ അവന് പേടിയുണ്ടാവും. ഇനി അഥവാ അവൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ തിരിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്നുള്ളൊരു പേടി കൊണ്ട് അവൻ തിരിച്ച് വരത്തില്ല. അതുമാത്രമല്ല, താൻ കട്ടുമെന്നുള്ളത് കള്ളനാണെന്നുള്ളത് അവൻ പുറലോകം അവന് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് അവൻ വരത്തില്ല. അപ്പോൾ താങ്കൾ കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ പ്രകാശൻ ചേട്ടൻ്റെ 5 ലക്ഷം രൂപ കൊടുക്കുക. അത് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രകാശൻ ചേട്ടൻ്റെ ഒരു വീഡിയോയും കൂടി കാണാം. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഫ്രണ്ട്, താങ്കൾ ഈ സൈക്കിൾ അതിൻ്റെ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കണം. നിങ്ങൾ ഈ സൈക്കിൾ തിരിച്ചു കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയും പിന്നെ നിങ്ങൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിയും തരാം. ശിഷ്ടകാലം കളവൊന്നും നടത്താതെ സുഖമായി ജീവിക്കാമല്ലോ. മിസ്റ്റർ കള്ളൻ, താങ്കൾ ആ റാലി സൈക്കിൾ തിരിച്ചേൽപ്പിച്ചാൽ 5 ലക്ഷം രൂപ തരാമെന്ന് വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിട്ടുണ്ട്. മനസ്സ് മാറി നല്ല ജീവിതത്തിന് തയ്യാറാകുകയാണെങ്കിൽ താങ്കൾക്ക് നല്ലൊരു ജോലിയും ലഭിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സൈക്കിൾ പോയതിൻ്റെ ശേഷം അദ്ദേഹം ഭയങ്കര വിഷമത്തിലാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതുപോലും ശരിക്കും നടക്കുന്നില്ല എന്നും ഒക്കെ. ഈ ഒരു സൈക്കിൾ പോയത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമാണ്. അതായത് ഇപ്പോൾ പ്രകാശൻ ചേട്ടൻ 80 വയസ്സുണ്ട്. അപ്പോൾ 70 വർഷങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ 10ാം വയസ്സിൽ അദ്ദേഹം കൊടുക്കുന്നതാണ് ഈ സൈക്കിള്.
പ്രകാശൻ ചേട്ടൻ അച്ഛനൊന്നും ഇപ്പോൾ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രകാശൻ ചേട്ടന് തന്നെ 80 വയസ്സുണ്ട്. അപ്പോൾ പ്രകാശൻ ചേട്ടൻ അച്ഛന് എത്ര വയസ്സുണ്ടാവും? ഇനി അച്ഛനുണ്ടോ അമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അദ്ദേഹത്തിന് ആ പൈസ കൊടുക്കുകയാണെങ്കിൽ അതൊരു കാര്യത്തിൽ പെടുക. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും, അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് ഇവർക്ക് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല, ഈ കള്ളൻ എന്തിനാണ് വെറുതെ കൊടുക്കുന്നു? ഇനി വേണ്ട, പ്രകാശൻ ചേട്ടന് കൊടുത്തില്ല, ആർക്കും കൊടുക്കുന്നില്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ എനിക്ക് കൊണ്ടുപോവാം, വെറുതെ തരുവാണെങ്കിൽ എനിക്ക് കൊണ്ടുപോവാം, ഞാൻ വാങ്ങിക്കോളാം. പറ്റുമോ? കള്ളന്മാർക്ക് എന്തിനാ കൊടുക്കുന്നത്? കള്ളന്മാർ കൊടുക്കാൻ, അവന് ജീവിക്കാൻ ആരോഗ്യം ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ അവൻ ജോലി ചെയ്ത് ജീവിക്കട്ടെ. അതല്ലെങ്കിൽ നല്ല രീതിയിൽ അവനെ മാനസാന്തരപ്പെട്ടിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി കൊടുക്കാതെ എന്ന് ഏത് കാലത്ത് വരാനാണ്? ഞാൻ പറഞ്ഞില്ല, ആ ബൈക്ക് സൈക്കിൾ വാങ്ങിയിട്ട് അത് പൂട്ടടിച്ചിട്ടുണ്ടാവും. കള്ളന്മാർക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും നമുക്ക് ശരിയാകത്തില്ല. നിങ്ങളൊരു നല്ല പ്രവൃത്തി ചെയ്ത ഒരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ. പിന്നെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ അന്നൊരു വാർത്ത കൊടുത്തതല്ല, പിന്നെ മീഡിയ വണ്ണുകാരെ ഇതിനെ പറ്റിയിട്ട് ഒരു വാർത്ത തന്നിട്ടില്ലല്ലോ. കൊടുത്തോ കൊടുത്തിട്ടില്ല എന്നുള്ള അറിയത്തില്ല. പിന്നെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇപ്പോൾ പഴയ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വിറ്റാൽ തന്നെ ഒരു 10,000 1000 ഒക്കെ ചിലപ്പോൾ കിട്ടും. അവന് തൽക്കാലം ലാവിഷായിട്ട് 2 ദിവസം ചായ കുടിക്കാനുള്ള പൈസ അവൻ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ 5 ലക്ഷം അതിൻ്റെ പുറത്തോട്ട് വെറുതെ കൊടുക്കണം. അത് മാനസാന്തരപ്പെട്ട് വന്നാൽ എന്ന് വരണ്ട അവൻ വരാൻ സാധ്യതയില്ല. നിങ്ങൾ ആ പ്രകാശൻ ചേട്ടന് കൊടുക്കുക. ഇനി അദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് കൊണ്ടുവരും 5 ലക്ഷം രൂപ. ബോബി ചെമ്മണ്ണൂർ അറിയാനാണ് പറയുന്നത്. എനിക്ക് ജോലി ഒന്നും വേണ്ട, ഒരു 5 ലക്ഷം രൂപ തൽക്കാലം 5 ലക്ഷം രൂപ കിട്ടിയാൽ മതി. ജോലി ഇപ്പം ഒരു ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. പറ്റുമോ? വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും വണ്ടിലടിക്കലേ ബോബി ചെമ്മണ്ണൂര്. നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ ആ പ്രകാശൻ ചേട്ടന് കൊടുക്കുക. ശരിയെന്നാ നിർത്തുന്നു.